എൻ്റെ എൻഎച്ച്എസ് ഫ്ലൈറ്റ് സീരീസിൻ്റെ പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടവരാണെങ്കിൽ ദേ ഒരു 6 മിനിറ്റ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് കണ്ടാൽ മതി കേട്ടോ. അതല്ല നിങ്ങൾ പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ആദ്യം തൊട്ട് തന്നെ കണ്ടോളൂ. എൻഎച്ച്എസ് ഫ്ലൈറ്റ് വഴി എൻഎച്ച്എസ് സ്റ്റാഫിന് മാത്രമല്ല കേട്ടോ, പബ്ലിക് സെക്ടറിലുള്ള എംപ്ലോയീസിനും വണ്ടി ബുക്ക് ചെയ്യാം. ആദ്യം എൻഎച്ച്എസ് ഫ്ലൈറ്റ് സൊല്യൂഷൻ്റെ പേജിൽ പോയി ലോഗിൻ ചെയ്യണം. അക്കൗണ്ട് ഇല്ലാത്തവർ ജോബ് ഡീറ്റെയിൽസ് വെച്ച് രജിസ്റ്റർ ചെയ്യണം. ഇനി നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. ഐ നോ വാട്ട് ഐ വോണ്ട്, സ്പെഷ്യൽ ഓഫർ, യൂസ്ഡ് സ്റ്റോക്ക്. ഇത് മൂന്നെണ്ണമാണ് മെയിനായിട്ട് വണ്ടി സെലക്ട് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. നമുക്ക് ആദ്യം സ്പെഷ്യൽ ഓഫറിൽ കയറി നോക്കാം. ഇതിൽ കൂടുതലുള്ളത് ഇലക്ട്രിക് കാർസ് ആയിരിക്കും. സ്പെഷ്യൽ ഓഫറിലെ വണ്ടികൾക്ക് പ്രൈസ് ഇച്ചിരി കുറവായിരിക്കും. ചില കാർ ബ്രാൻഡ്സ് ആണെങ്കിൽ ഫ്രീ ആയിട്ട് ഫാസ്റ്റ് ചാർജിങ് കാറിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓഡിയോ ഒക്കെ ആണെങ്കിൽ കുറച്ച് നാൾ മുന്നേ ഫ്രീ ഹോം ചാർജിങ് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്രോക്സിമേറ്റ് ഡെലിവറി ടൈം ദേ താഴെ കാണിക്കും. നമുക്കതുകൊണ്ട് ബുക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ വണ്ടി എപ്പോൾ കിട്ടുമെന്ന് അറിയാനും പറ്റും. മാത്രമല്ല ഡെലിവറി ടൈമും വളരെ കുറവായിരിക്കും. വിത്തിൻ ഫ്യൂ മന്ത്സ് നമുക്ക് വണ്ടി ഡെലിവർ ആവും. സ്പെഷ്യൽ ഓഫറിലുള്ള കാറുകൾ എപ്പോഴും കാണാറില്ല. ഒരു ലിസ്റ്റഡ് നമ്പർ ഓഫ് കാർസ് തീർന്നാൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും ആ കാറ് ആ സെയിം ഓഫറിൽ വരാൻ വേണ്ടിയിട്ട്. ഇനി യൂസ്ഡ് സ്റ്റോക്ക് നോക്കാം. ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് യൂസ്ഡ് കാർ ആയിരിക്കും. പക്ഷേ അധികം പഴക്കം ഉണ്ടാവില്ല. യൂസ്ഡ് സ്റ്റോക്കിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഡെലിവറി ടൈമാണ്. വളരെ ഷോർട്ടാണ്. ചിലപ്പോൾ വിത്തിൻ 2 or 3 വീക്സ് നമുക്ക് കാർ കിട്ടും. കാരണം കാർ ഓൾറെഡി ഏജൻസിൻ്റെ കയ്യിലുണ്ട്. നമ്മൾ പുതിയൊരു കാർ ഓർഡർ ചെയ്ത് അത് ഫാക്ടറിയിൽ ബിൽഡ് ചെയ്ത് ഇങ്ങോട്ട് ഷിപ്പ് ചെയ്ത് നമുക്ക് കിട്ടേണ്ട അത്ര താമസമൊന്നുമില്ല. യൂസ്ഡ് ആണെങ്കിലും കാർ വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കും. യൂസ്ഡ് സ്റ്റോക്കിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, കാർ കമ്പനീസ് നമുക്ക് കുറേ ഫ്രീ ആക്സസ് തരും. ഉദാഹരണത്തിന് നമുക്ക് ഇപ്പോഴത്തെ എല്ലാ വണ്ടികളും ആപ്പ് ത്രൂ കൺട്രോൾ ചെയ്യാൻ പറ്റും. വണ്ടീൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഇവൻ വണ്ടി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ആപ്പ് വഴി. അപ്പം ബ്രാൻഡ് ന്യൂ കാറിന് ആദ്യത്തെ കുറച്ച് വർഷത്തേക്ക് ഈ എല്ലാ ആപ്സും ഫ്രീ ആയിരിക്കും. ഇപ്പോഴത്തെ വണ്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OTA, അതായത് ഓവർ ദ എയർ അപ്ഡേറ്റ് എന്ന് പറയും. നമ്മുടെ ഫോണൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പുതിയ ഫീച്ചേഴ്സൊക്കെ വരത്തില്ലേ, അതുപോലെ വണ്ടി നമുക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പം കുറേ പുതിയ ഫീച്ചേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് വണ്ടിയിൽ കിട്ടും. അപ്പം പുതിയ വണ്ടിക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് ആപ്പെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. എൻ്റെ വണ്ടിക്കൊക്കെ ആണെങ്കിൽ ഇപ്പം ഇൻബിൽറ്റ് മോഡും ഉണ്ട്. അപ്പം ഇൻ്റർനെറ്റും വണ്ടി നമുക്ക് പ്രീ ഹീറ്റും കൺട്രോൾ ചെയ്യാനും വണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ആപ്പിൻ്റെ ഒരു എക്സ്പയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് പേ ചെയ്ത് തുടങ്ങണം. അപ്പോൾ ബ്രാൻഡ് ന്യൂ കാറാണെങ്കിൽ ആദ്യത്തെ ഒരു 3-4 വർഷം അല്ലെങ്കിൽ 5 വർഷം അങ്ങനെ പല കമ്പനികൾ ഡിപ്പെൻസ് ഓൺ കമ്പനികൾ നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം ഈ യൂസ്ഡ് കാറിൻ്റെ പഴക്കം അനുസരിച്ച് നമുക്കിതുപോലെ ആ വണ്ടികളുടെ ഫ്രീ ആപ്പിൻ്റെ ഒരു ആക്സസിബിലിറ്റി നമുക്ക് കിട്ടുമല്ലോ എന്ന കാര്യത്തിൽ എനിക്കൊരു ഡൗട്ടുണ്ട്. ഇനി നമുക്ക് ഐ നോ വാട്ട് ഐ വാണ്ട് നോക്കാം. ഇവിടെയാണ് ഒരുവിധം എല്ലാ ബ്രാൻഡ്സിൻ്റെ കാർ കളക്ഷൻ ഉള്ളത്. നമ്മൾ മുന്നേ സെലക്ട് ചെയ്ത ഓപ്ഷൻസിൽ ഇല്ലാത്ത വണ്ടികൾ ഒരുവിധം എല്ലാം ഇവിടെ ഉണ്ടാവും. കാരണം മുന്നേ കാണുന്ന വണ്ടികളെല്ലാം ഏറെക്കുറെ ഇലക്ട്രിക്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ വണ്ടികളൊന്നും താല്പര്യമില്ല, അല്ല വേറെ റീസൺസ് കൊണ്ടും വണ്ടികൾ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഐ നോ വാട്ട് ഐ വാണ്ട്. ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡെലിവറി ടൈം ഒരിക്കലും അറിയാൻ പറ്റില്ല. കാരണം ഇവിടെ നമ്മൾ ബ്രാൻഡ് ന്യൂ കാറാണ് ബുക്ക് ചെയ്യുന്നത്. കാർ ഓർഡർ ചെയ്ത് ഫാക്ടറിയിലേക്ക് മെസ്സേജ് പോയി പിന്നെ ഒരു പുതിയ കാർ ബിൽഡ് ചെയ്ത് ഇങ്ങോട്ട് ഷിപ്പ് ചെയ്ത് വരേണ്ട താമസം എടുക്കും. അത് അപ്പോഴത്തെ ആ കാറിൻ്റെ ഡിമാൻഡും ഡെലിവറി പീരീഡും എന്താണോ അതനുസരിച്ചിട്ടായിരിക്കും നമുക്ക് വണ്ടി കിട്ടുക. അത് വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഇവൻ ഫ്ലീറ്റിന് പോലും നമ്മളെ ഇൻഫോം ചെയ്യാൻ പറ്റുള്ളൂ. എൻ്റെ ഫസ്റ്റ് വണ്ടി ഞാൻ ഐ നോ വാട്ട് ഐ വാണ്ട് വഴി ബുക്ക് ചെയ്തത്. 8 മാസം എടുത്ത് എനിക്ക് ആ വണ്ടി ഡെലിവർ ആവാൻ. അത് ഓരോ ബ്രാൻഡ്സിനും ഓരോ ടൈം പീരീഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വണ്ടി ബുക്ക് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ആ കാറിൻ്റെ ഷോറൂമിൽ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കുക ആ വണ്ടിയുടെ ഇപ്പോഴത്തെ ഡെലിവറി ടൈം എത്രയാണെന്ന്. ഇനി നമുക്കൊരു വണ്ടിയുടെ കോട്ട് എടുത്ത് നോക്കാം. മുന്നേ പറഞ്ഞ ഏത് ഓപ്ഷൻ വഴി വണ്ടി എടുത്താലും വണ്ടിയുടെ കോട്ട് എടുക്കുന്നതും വണ്ടി ബുക്ക് ചെയ്യുന്നതും പ്രൊസീജിയേഴ്സ് എല്ലാം സെയിം ആണ്. നമുക്ക് ജസ്റ്റ് ഒരു വണ്ടി സെലക്ട് ചെയ്യാം. വണ്ടിയുടെ കളർ ലിസ്റ്റിൽ എപ്പോഴും ഒരു ഫ്രീ പെയിൻറ് ഓപ്ഷൻ ഉണ്ടാവും. നമുക്കിനി വേറെ കളർ വേണമെങ്കിൽ നമുക്കത് എക്സ്ട്രാ പേ ചെയ്ത് പർച്ചേസ് ചെയ്യാം. അതുപോലെ തന്നെ ട്രിമ്മും നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് അനുസരിച്ച് വണ്ടിയുടെ ഇമേജ് മാറി വരില്ല. അപ്പോൾ നമുക്ക് വേണ്ട കളർ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇൻറ്റീരിയർ എങ്ങനെയായിരിക്കും എന്ന് അറിയണമെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഇനി എക്സ്ട്രാ ഫീച്ചേഴ്സും സ്പെക്കും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ താഴെ കാണാം. പക്ഷേ എല്ലാ കാറിനും ഞാൻ ഈ ഓപ്ഷൻ കണ്ടിട്ടില്ല. അടുത്തതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ആനുവൽ മൈലേജ്. ഒരു വർഷം അപ്രോക്സിമേറ്റ് നമ്മൾ എത്ര ഓടുമെന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് ഒരു നമ്പർ ചൂസ് ചെയ്യാം. ഇൻ കേസ് ഒരു ഐഡിയ ഇല്ലെങ്കിൽ ജസ്റ്റ് ബേസിക് നമ്പർ ഇട്ട് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് പിന്നെ ഒരു തവണ കൂടെ മൈലേജ് അമെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഫ്ലീറ്റ് നമുക്ക് തരും. ഇനി സബ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കോൺട്രാക്ട് പീരീഡ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനും പിന്നെ നമ്മുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ കോൺട്രാക്ട് പീരീഡ് നമ്മുടെ ആവശ്യം അനുസരിച്ച് അത് ചൂസ് ചെയ്യാം. പിന്നെ പ്രൊഫൈലിലെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യാം. പിന്നെ NHS പെൻഷൻ നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഓൺ ചെയ്യാം. അത് NHS പെൻഷൻ ഓൺ ആണെങ്കിൽ നമ്മുടെ കുറച്ച് സംഖ്യ നമുക്ക് വണ്ടിക്ക് പേ ചെയ്യേണ്ടത് NHS പെൻഷനിൽ നിന്ന് അവർ ഡിഡക്ട് ചെയ്തോളും. അല്ലെങ്കിൽ നമ്മുടെ ഡയറക്റ്റ് സാലറിയിൽ നിന്ന് അത്രയും കൂടെ എമൗണ്ട് പോകും. ഇനി കോട്ടെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്തത് ഒരു EV ആണെങ്കിൽ ഇത് ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കും.
എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെടുക്കാൻ പോകുന്നൊരു ഇവി ആണെങ്കിൽ കമ്പൽസറി ആയിട്ട് വീട്ടിലൊരു ഫാസ്റ്റ് ചാർജിങ് വേണം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. നമുക്ക് 2 ഓപ്ഷൻസ് അവര് തരും. സാലറി സാക്രിഫൈസും സാലറി ഡിഡക്ഷനും. എൻ്റെ അഭിപ്രായത്തിൽ സാലറി ഡിഡക്ഷൻ എനിക്കത്ര ലാഭമായിട്ട് തോന്നിയിട്ടില്ല. ഇനി സാലറി സാക്രിഫൈസ് എങ്ങനെ ലാഭമാകുന്നെന്ന് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ എൻഐന്നും ടാക്സിന്നും പെൻഷനിന്നും കുറച്ച് കുറച്ച് എമൗണ്ട് അവർ നമ്മുടെ വണ്ടിക്ക് വേണ്ടി ഡിഡക്ട് ചെയ്യും. ബാക്കി വരുന്ന എമൗണ്ട് മാത്രമേ നമ്മുടെ സാലറിയിൽ നിന്ന് അവർ ഡിഡക്ട് ചെയ്യുള്ളൂ. പക്ഷേ നമ്മുടെ പേ സ്ലിപ്പിൽ മന്ത്ലി ഗ്രോസ് സാലറി മൊത്തം ഡിഡക്റ്റ് ആയി എന്നുള്ള രീതിയിലായിരിക്കും അവർ കാണിക്കുക. അങ്ങനെ കാണിച്ചാലും അതിൽ എൻഐ ടാക്സും പെൻഷനും ഒക്കെ നമുക്ക് കുറച്ച് എമൗണ്ട് സേവിങ്സ് ആയിട്ട് മാറും. ബാക്കി വരുന്ന എമൗണ്ട് മാത്രമേ ആക്ച്വലി നമ്മുടെ സാലറിയിൽ നിന്ന് പോവുള്ളൂ. ഇനി നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന സ്റ്റേജസ് എല്ലാം അപ്രൂവ് ആയി കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് വണ്ടി കിട്ടുള്ളൂ. നമ്മുടെ കോട്ട് അക്സെപ്റ്റ് ചെയ്യണം, പിന്നെ നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യണം, അതെല്ലാം ഓൺലൈനാണ് കേട്ടോ. പിന്നെ നമ്മുടെ മാനേജർ സൈൻ ചെയ്യണം, എംപ്ലോയർ അപ്രൂവൽ ചെയ്യണം, പിന്നെ നമ്മുടെ കാർ ഓർഡർ ആവും. പിന്നെ ഒരു കാര്യം, നമുക്ക് ഫ്ലീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് ആണ് കേട്ടോ. നമുക്ക് 4 ഡ്രൈവേഴ്സിന് മൊത്തം ആഡ് ചെയ്യാം. നമ്മളെ കൂടാതെ നമ്മൾ ആഡ് ചെയ്യുന്ന ഡ്രൈവേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ അവരൊരു ലൈസൻസ് ചെക്ക് നടത്തും. പിന്നെ അതവർ അപ്രൂവ് ചെയ്യും. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി ആഡ് ചെയ്യുന്ന ഡ്രൈവേഴ്സ് ഡ്രൈവ് ചെയ്യുമ്പോൾ മാത്രമേ എന്തെങ്കിലും ആക്സിഡൻറ്റോ ഡാമേജോ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് വണ്ടീനെ പറ്റി എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ദേ താഴെ റിക്വസ്റ്റ് ഡീലർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലീറ്റ് നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിലിലേക്ക് ഡെലിവറി ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളൊക്കെ അയച്ചു തരും. ഡെലിവറി ടൈമിന് തൊട്ട് മുന്നേ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം മൈ അക്കൗണ്ടിൽ അവർ അപ്ഡേറ്റ് ചെയ്യും. ഇവിടെ നമുക്ക് മൈലേജ് അമെൻഡ് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ ആക്ച്വലി നമ്മുടെ കോൺട്രാക്റ്റിലുള്ള മൈലേജും വണ്ടിയുടെ ഓട്ടവും ഏകദേശം ടാലി ആവുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ കോൺട്രാക്ട് മൈലേജിൽ കൂടുതൽ ഓടിക്കഴിഞ്ഞാൽ നമ്മൾ ഓരോ മൈലിനും ചെറിയ പെൻസ് വെച്ച് നമ്മൾ കൊടുക്കണം. അത് ഓരോ വണ്ടിയും കമ്പനിയും ലീസിങ് ഏജൻസി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരു മൈലിന് 7 പെൻസ് ആയിരിക്കാം, 8 പെൻസ് ആയിരിക്കാം, 10 ആയിരിക്കാം, 12 ആയിരിക്കാം, അങ്ങനെ. അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റിൽ വളരെ കുറച്ച് മൈൽ മാത്രം ആഡ് ചെയ്തിട്ടുള്ളെങ്കിൽ നമ്മുടെ മന്ത്ലി എമൗണ്ട് കുറയും. പക്ഷെ നമ്മൾ അതിലും കൂടുതലായിട്ട് ഒത്തിരി ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടി റിട്ടേൺ ചെയ്ത് കഴിയുമ്പം അവർ നമ്മൾ എന്തോരം കൂടുതൽ ഓടിയിട്ടുണ്ടോ അത് ഇൻറ്റു ആ എത്രയാണോ പെൻസ് വരുന്നത് അത്ര എമൗണ്ട് നമ്മൾ ഒന്നിച്ച് പേ ചെയ്യേണ്ടി വരും. അതിലും ബെറ്റർ നമ്മൾ മന്ത്ലി ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ എൻഡ് ഓഫ് കോൺട്രാക്റ്റിൽ നമ്മൾ വലിയൊരു എമൗണ്ട് പേ ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആവാം. അതേസമയം നമ്മുടെ കോൺട്രാക്റ്റിലുള്ള മൈലേജിനെക്കാട്ടും കുറവാണ് നമ്മൾ ഓടിയതെങ്കിൽ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് റീഫണ്ടായിട്ട് ക്യാഷൊന്നും കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറെക്കുറെ നമ്മൾ ഓടുന്ന മൈലേജും കോൺട്രാക്റ്റിലുള്ള മൈലേജും ടാലി ആയിട്ടിരിക്കണമെന്ന്. ഇനി നമ്മുടെ കോൺട്രാക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സാലറി സാക്രിഫൈസ് എങ്ങനെയാണ് അവർ ബ്രേക്ക് ചെയ്തിട്ടുള്ളതെന്നും നമ്മുടെ വണ്ടിക്ക് വരുന്ന എക്സസ് മൈലേജ് റേറ്റ് എത്രയാണെന്നും ബാക്കി ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ ഇൻഷുറൻസ് എക്സസ് പോളിസിയും നമ്മുടെ ഇൻഷുറൻസ് എക്സസ് റേറ്റ്സും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിന്നെ എക്സസ് റേറ്റിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പം എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ആയിരിക്കില്ല കേട്ടോ. നമ്മൾ ഓരോ തവണ ഡാമേജ് ഉണ്ടാക്കി നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുമ്പോൾ നമ്മുടെ പോയിന്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പോയിന്റ്സ് കൂടുന്നതനുസരിച്ച് നമ്മുടെ സ്റ്റാൻഡേർഡ് എക്സസ് എമൗണ്ടും കൂടും. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ടെർമിനേഷൻ ഫീ ആണ്. നമുക്ക് എന്തെങ്കിലും റീസൺസ് കൊണ്ട് വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചുമ്മാ അങ്ങോട്ട് കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്ന സർട്ടൻ ക്രൈറ്റീരിയ നമ്മുടെ കാരണങ്ങളുമായിട്ട് മീറ്റ് ചെയ്താൽ മാത്രമേ ഫ്രീ ആയിട്ട് അവർ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യുള്ളൂ. ആ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം അവരോട് മെൻഷൻ ചെയ്തിട്ടില്ല. അതെൻ്റെ ഒരു എക്സ്പീരിയൻസിന് എനിക്ക് മനസ്സിലായ കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞുതരാം. വണ്ടിയുടെ പ്രൈമറി ഡ്രൈവർ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർ ക്യാരിയിങ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സാലറി സ്കെയിലിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറെ കൺട്രിയിലേക്കൊക്കെ പോവുകയാണെങ്കിൽ, ഇതൊക്കെ ഒരു എക്സാമ്പിളാണ് കേട്ടോ. പക്ഷേ എനിക്ക് ഒരിക്കലും ഒരു ഗ്യാരണ്ടി തരാൻ പറ്റില്ല. ഈ പറഞ്ഞ റീസൺസിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കോൺട്രാക്ട് ഫ്രീ ആയിട്ട് അവർ ടെർമിനേറ്റ് ചെയ്ത് തരുമെന്ന്. എൻ്റെ മോർട്ട്ഗേജിനെ ഇത് അഫക്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ വണ്ടി ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഡീറ്റെയിൽസാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഈ ഒരു റീസൺസ് ഒരിക്കലും അവരെവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് വണ്ടി ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി അവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന റീസൺസ് വളരെ സൂക്ഷിച്ച് വേണം പറയാൻ. സാലറി സാക്രിഫൈസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങളാരെങ്കിലും വീട് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഈ എക്സ്പീരിയൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും. സോ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഞങ്ങളുടെ വണ്ടീൻ്റെ അപ്പോഴത്തെ ഒരു മാർക്കറ്റ് വാല്യൂ ഏകദേശം ഒരു 50,000 പൗണ്ട്സ് കുറച്ചിട്ടാണ് ഞങ്ങളുടെ മോർട്ട്ഗേജ് അപ്രൂവ് ആയത്. പക്ഷേ നമ്മുടെ ട്രംപ് കാർഡ് NHS ഫ്ലീറ്റിൽ നമുക്ക് ഒരിക്കലും വണ്ടി ഓൺ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ ഞങ്ങൾ മോർട്ട്ഗേജ് അഡ്വൈസർ ത്രൂ ബാങ്കിനെ ഞങ്ങൾ ഇങ്ങനെ ഇൻഫോം ചെയ്തു. NHS ഫ്ലീറ്റിൽ വണ്ടി നമുക്ക് ഒരിക്കലും ഓൺ ചെയ്യാൻ പറ്റില്ല. കോൺട്രാക്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എന്തായാലും അവർക്ക് മാൻഡേറ്ററി ആയിട്ട് തിരിച്ചു കൊടുക്കണം. ചില ലീസിങ് കമ്പനിയിൽ നമ്മൾ വണ്ടി അവസാനം ഫൈനൽ പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് വണ്ടി ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇവിടെ അതില്ല. അങ്ങനെ ഒരു ഓപ്ഷൻ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് ബാങ്ക് നമ്മൾ ഇൻ കേസ് വണ്ടി നമുക്ക് വാങ്ങാൻ പ്ലാനില്ല എന്ന് പറഞ്ഞാൽ പോലും ആ ഒരു ഫൈനൽ ഓപ്ഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂ കുറച്ച് നമുക്ക് മോർട്ട്ഗേജ് അപ്രൂവ് ആക്കുന്നത്.
ഇവിടെ നമ്മൾ പറയണം, ഫോർ എക്സാമ്പിൾ നമ്മുടെ കോൺട്രാക്റ്റ് ഇപ്പോൾ 2 ഇയേഴ്സ് ആണെന്ന് വിചാരിക്കുക. ഇയർലി നമ്മുടെ സാലറി സാക്രിഫൈസ് ഒരു 6000 പൗണ്ട് നമുക്ക് പോകുന്നുണ്ടെങ്കിൽ 2 ഇയർ കോൺട്രാക്റ്റിന് നമുക്ക് 12,000 പൗണ്ട്സ് മാത്രമേ ചിലവാകുന്നുള്ളൂ. സോ വണ്ടി നമുക്ക് ഫൈനൽ പേയ്മെൻറ്റ് കൊടുത്ത് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടും നമ്മുടെ കോൺട്രാക്ട് പീരീഡിൽ നമ്മൾ എന്തോരം എമൗണ്ട് പേ ചെയ്യുന്നുള്ളതുകൊണ്ടും ആ കോൺട്രാക്ട് ടൈമിൽ പേ ചെയ്യുന്ന എമൗണ്ട് മാത്രം ബാങ്കിൽ നിന്ന് കുറച്ചാൽ മതിയെന്ന് നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. ബാങ്ക് അപ്പോൾ അത് ക്രോസ് ചെക്ക് ചെയ്ത് അത് ശരിയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വണ്ടിയുടെ മാർക്കറ്റ് വാല്യൂ കുറയ്ക്കുന്നതിന് പകരം നമ്മുടെ കോൺട്രാക്ട് ടൈമിൽ എന്തോരം എമൗണ്ട് പോകുന്നുണ്ടോ അത് മാത്രം കുറച്ചിട്ട് നമുക്ക് മോർഗേജ് അപ്രൂവ് ആക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ കാര്യത്തിലുണ്ടായത്. ഇനി വണ്ടിയുടെ ഹാൻഡ് ബുക്കിലുള്ള ഡീറ്റെയിൽസ് വളരെ ക്ലിയർ ആയിട്ട് അവരെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ അത് വെറുതെ എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ സമയം കളയുന്നില്ല. ഇനി ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവേഴ്സിനെ റിമൂവ് ചെയ്യാനും അല്ലെങ്കിൽ എക്സ്ട്രാ ഡ്രൈവേഴ്സിനെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി തിരിച്ച് റിട്ടേൺ കൊടുക്കുമ്പം മീറ്റ് ചെയ്യേണ്ട സ്റ്റാൻഡേർഡ്സും അല്ലെങ്കിൽ ഏത് എക്സ്റ്റൻഷൻ വരെ നമുക്കിത് ബ്രേക്ക് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. എൻഡ് ഓഫ് കോൺട്രാക്റ്റിൽ നമുക്ക് എക്സ്ട്രാ ഫൈനും എക്സ്ട്രാ ചാർജസ് ഒക്കെ ലീസിങ് കമ്പനി തരുന്നതിനെക്കാട്ടും ബെറ്റർ നമ്മളത് അവോയ്ഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ലത് വണ്ടി ഇപ്പോഴും നമ്മൾ നല്ല പക്കയായിട്ട് കൊണ്ടു നടക്കണം. ഫ്യൂൽ കോസ്റ്റ് അല്ലാതെ വേറെ ഒന്നും നമ്മൾ എക്സ്ട്രാ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അപ്പം തന്നെ അത് ഫിക്സ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ടയർ പഞ്ചർ ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ റീപ്ലേസ് ചെയ്യുക, റുട്ടീൻ സർവീസ് പ്രോപ്പറായിട്ട് ചെയ്യുക. അതുപോലെ തന്നെ വണ്ടിക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാം. ഇൻ കേസ് ഇപ്പം ഇൻഷുറൻസ് എമൗണ്ടിനെക്കാട്ടും കുറവായിട്ട് നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. എൻഡ് ഓഫ് ദി ഡേ നമ്മൾ വണ്ടി കിട്ടിയ പോലെ തന്നെ പ്രോപ്പറായിട്ട് തിരിച്ചു കൊടുക്കുക എന്നേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് സ്വന്തമായിട്ട് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് റിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സ്റ്റാൻഡേർഡായിട്ട് ആ റിപ്പയർ ചെയ്ത കാര്യം മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെയും നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും ലീസിങ് കമ്പനിക്ക് അതൊന്നുകൂടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ അവർ പറയുന്ന ക്യാഷ് കൊടുക്കേണ്ടി വരും. സോ ബെറ്റർ എപ്പോഴും എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് പ്രോപ്പർ ചാനൽ ത്രൂ നമ്മളത് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം. എൻ്റെ കഷ്ടകാലത്തിന് ഞങ്ങളുടെ ഫസ്റ്റ് വണ്ടി വോൾവോ EC40 ഡോറിൽ ആരോ കൊണ്ട് മുട്ടി എവിടെയോ പാർക്ക് ചെയ്തപ്പം ഒരു ചെറിയൊരു ഡെൻ്റായിരുന്നു. ഞാനത് നോട്ടീസ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരുന്നു. ചെറിയൊരു ഡെൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ലോക്കലി എവിടെന്നെങ്കിലും ഫിക്സ് ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ കുറേ സ്ഥലത്ത് നിന്ന് കൊട്ടേഷൻ എടുത്തു. എൻ്റെ സ്റ്റാൻഡേർഡ് എമൗണ്ട് അന്നേരം 250 ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറേ പേര് പറഞ്ഞു 250ക്കുള്ളിലും 200നും വിത്തിൻ 1 ഡേ ഒക്കെ അത് ഫിക്സ് ചെയ്ത് തരാമെന്ന്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് ഞാനൊരു ഗ്യാരേജിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ പുള്ളി എനിക്കെല്ലാം പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഇതൊരിക്കലും 250ക്ക് താഴെയോ അല്ലെങ്കിൽ 250ക്കോ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ ഡോറ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്നുള്ള കാര്യം. അപ്പം തന്നെ ഞാൻ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തു. വണ്ടിയുടെ ഡോറ് മുഴുവൻ അവർ റീപ്ലേസ് ചെയ്ത് തന്നു. ഒരു 5 ദിവസം എടുത്തു കേട്ടോ അവർ മൊത്തം ഫിക്സ് ചെയ്യാൻ. പക്ഷേ എല്ലാം പക്കയായിരുന്നു. മാത്രമല്ല എനിക്കൊരു കോർട്ടസി കാറായിട്ട് തന്നൊരു അടിപൊളി പുത്തൻ പുതിയ 24 മോഡൽ ഒരു ഫോർഡ് ഫോക്കസ് ആയിരുന്നു. സോ ഞാൻ പറഞ്ഞു വന്നത്, വണ്ടി എപ്പോഴും പക്കയായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാതെ വണ്ടി നമുക്ക് റിട്ടേൺ കൊടുക്കാം. കാരണം എൻഡ് ഓഫ് ദ കോൺട്രാക്ട് വണ്ടി അവർ തിരിച്ച് റിട്ടേൺ എടുക്കാൻ വരുമ്പം മൊത്തത്തിൽ അവരൊന്ന് ക്രോസ് ചെക്ക് ചെയ്യും. മാത്രമല്ല വണ്ടി അവരുടെ ഗ്യാരേജിൽ എത്തിക്കഴിഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാം വണ്ടീൻ്റെ കാര്യങ്ങളും അവർ നോക്കിയിട്ട് ഇൻ കേസ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അവർ പറയുന്ന ക്യാഷ് നമ്മൾ അവർക്ക് പേ ചെയ്യേണ്ടി വരും. അതേസമയം അതിന് മുന്നേ തന്നെ നമ്മളെല്ലാം വണ്ടി ഓക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ കൂളായിട്ട് വണ്ടീൻ്റെ കീ കൊടുത്ത് റിട്ടേൺ കൊടുക്കാം. മറ്റൊരു കാര്യം, നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കോൺട്രാക്ട് ടൈം കഴിയുന്നതിന് മുന്നേ മാത്രമാണ് കേട്ടോ. കോൺട്രാക്ട് പീരീഡ് കഴിഞ്ഞ് വണ്ടി നമ്മൾ റിട്ടേൺ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ യാതൊരു ഓപ്ഷനും ഇല്ല. സോ എല്ലാം കോൺട്രാക്ട് തീർന്ന് വണ്ടി റിട്ടേൺ കൊടുക്കുന്നതിന് മുന്നേ ക്ലിയർ ചെയ്ത് വെച്ചേക്കണം. അടുത്ത കാര്യം, നമുക്ക് വണ്ടിക്ക് കിട്ടുന്ന ടിക്കറ്റ്സും ഫൈനൊക്കെ എങ്ങനെ പേ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഏറ്റവും ബെറ്റർ അതത് വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ വണ്ടിയും പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഓട്ടോ ഡെബിറ്റ് വെക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പാർക്കിങ്ങിൻ്റെ കാര്യവും. കാരണം ഇൻ കേസ് നമുക്ക് ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ അത് ലീസിങ് കമ്പനി വണ്ടി ഓൺ ചെയ്യുന്ന കമ്പനിക്കായിരിക്കും ആദ്യം കിട്ടുക. അവർ നമുക്കത് പിന്നെ ഫോർവേഡ് ചെയ്യും. സോ നമുക്കത് ഫോർവേഡ് ചെയ്യുമ്പം ഒരു സർവീസ് ചാർജും കൂടെ എക്സ്ട്രാ നമ്മൾ ലീസിങ് കമ്പനിക്ക് കൊടുക്കേണ്ടി വരും, ഫൈൻ കൂടാതെ. ഇൻ കേസ് നമ്മുടെ ഭാഗത്തല്ല മിസ്റ്റേക്ക് എന്നിട്ട് നമുക്ക് ടിക്കറ്റ് കിട്ടിയെങ്കിൽ നമുക്ക് അപ്പീലിന് പോകണമെങ്കിൽ തന്നെ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. കാരണം ഓൾറെഡി ചിലപ്പോൾ ലീസിങ് കമ്പനി ആ എമൗണ്ട് പേ ചെയ്തിട്ടുണ്ടാവും. അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ നമുക്കത് ഫോർവേഡ് ചെയ്യുന്നത്. സോ കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാതെ പേയ്മെൻറ്റ്സ് എല്ലാം നമ്മൾ തന്നെ ചെയ്യാമെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. നമ്മുടെ ലീസ് കാറിന് പ്രൈവറ്റ് നമ്പർ പ്ലേറ്റ് വെക്കാം കേട്ടോ. അവർ പറയുന്ന ഡീറ്റെയിൽസും ഡോക്യുമെൻറ്റ്സും ഒക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ DVL എന്നുള്ള പെർമിഷൻ അവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്പർ ചേഞ്ച് ചെയ്യാം. ആ നമ്പർ ചേഞ്ച് ചെയ്ത് വരെ നമ്മൾ പെട്ടെന്ന് തന്നെ ഫ്ലീറ്റിലും ഇൻഫോം ചെയ്യണം. കാരണം എന്നാലേ അവർക്ക് ഇൻഷുറൻസിൽ ആ നമ്പർ മാറ്റിയ കാര്യം അറിയിക്കാൻ പറ്റൂ. അതറിയിച്ചാൽ മാത്രമേ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റാത്ത കുറച്ച് ചില സിറ്റുവേഷൻസും ഉണ്ട് കേട്ടോ. അത് ജനറലി എല്ലാ ലീസിങ് കമ്പനിക്കും അത് ആപ്ലിക്കബിൾ ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഫ്യൂവൽ മാറ്റി ഒഴിച്ച് ഡാമേജ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വണ്ടീൻ്റെ കീ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. സോ കോൺട്രാക്റ്റൊക്കെ വായിക്കുമ്പം നമ്മുടെ ഇൻഷുറൻസിൽ പെടാത്ത കാര്യങ്ങളും അതിലുണ്ടാവും. സോ എല്ലാം പ്രോപ്പറായിട്ട് വായിച്ച് നോക്കുക. പിന്നെ നമ്മുടെ ലീസ് കാർ നമുക്ക് എബ്രോഡ് ഹോളിഡേയ്സിന് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. പക്ഷേ അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. മറ്റൊരു കാര്യം, നമുക്ക് എബ്രോഡ് വെച്ച് എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. അപ്പോൾ ബെറ്റർ പോകുന്നതിന് മുന്നേ എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തിട്ട് പോവുക. പിന്നെ വണ്ടി നമ്മൾ ഓർഡർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നമുക്ക് ഫ്ലീറ്റ് തരില്ല കേട്ടോ. സോ നിങ്ങൾ വാങ്ങാൻ പോകുന്ന വണ്ടി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി ബെറ്റർ നിങ്ങൾ തന്നെ ഏതെങ്കിലും ഒരു കാർ ഷോറൂമിൽ ചെന്നിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുന്നതായിരിക്കും ബെറ്റർ. ഇനി വണ്ടി ടോട്ടൽ ലോസ് ആയുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പേരിൽ കൂടുതൽ പോയിന്റ്സ് ഒന്നും കയറിയിട്ടില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്റ്റാൻഡേർഡ് ആക്സസ് എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. നമ്മൾ വേറെ ഒന്നിനെ പറ്റി വെറി ചെയ്യേണ്ട. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ജസ്റ്റ് ഇൻ കേസ് അങ്ങനെ ആർക്കും വരാതിരിക്കട്ടെ, ഒരു ഇൻഫർമേഷന് വേണ്ടി ആ ഇഞ്ചുറീൻ്റെ ഡെപ്ത് അനുസരിച്ച് നമുക്ക് ഇങ്ങോട്ട് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്യാഷ് കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ടോട്ടൽ ലോസ് ആയിക്കഴിഞ്ഞാൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് ഇതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇതെല്ലാം കഴിയുന്നവരെ നമ്മൾ മന്ത്ലി പേയ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് അടുത്ത വണ്ടി സാലറി സാക്രിഫൈസിൽ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവാതെ ഇതുപോലെ തന്നെ നടക്കണമെങ്കിൽ ആ ആക്സിഡൻ്റ് ഉണ്ടാകുന്ന സമയത്ത് ലീഗലി നമ്മുടെ ഭാഗമെല്ലാം ക്ലിയർ ആയിരിക്കണം. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഡ്രങ്കൻ ഡ്രൈവ് അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഫ്ലീറ്റിൻ്റെ നോർമൽ എൻക്വയറി നമ്പറിൽ വിളിച്ചാൽ ചിലപ്പോൾ വീക്കെൻഡ്സ് ആണെങ്കിൽ കിട്ടണമെന്നില്ല. സോ 24 hours വർക്ക് ചെയ്യുന്ന ഒരു ആക്സിഡൻറ്റ് എമർജൻസി ടീമുണ്ട് ഫ്ലീറ്റിൻ്റെ. സോ അവരെ വേണം നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ. സോ ഓൾമോസ്റ്റ് എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ NHS ഫ്ലീറ്റിൻ്റെ വെബ്സൈറ്റിൽ അവർ പറയുന്ന കാര്യങ്ങൾ അതേപടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നമുക്ക് ആർക്ക് വേണമെങ്കിലും വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നുള്ളൂ. ഇവിടെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ളത്. സോ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ള കാര്യം. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം.